ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 10-ാം അധ്യായം 21-ാം തിരുലിഖിതം. ജ്ഞാനം മൂകരുടെ വാ തുറക്കുന്നു, ശിശുക്കൾക്ക് സ്ഫുടമായ സംസാര ശക്തി നൽകുന്നു. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇന്ന് അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് ദൈവം വിളിച്ചു ചേർത്തുള്ള സർവ മക്കളുടെ മേലും കൃപയും സമാധാനവും നിറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹാമഹിമ ഇന്നത്തെ ശുശ്രൂഷകളിൽ ഓരോ കുടുംബങ്ങളിൽ ഓരോ വ്യക്തികളിലും അതിശയമായി നിറയട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. യോഹന്നാൻ 9:31b. ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ എന്ന വിഷയത്തെയാണ് ഇന്ന് നാം ശ്രവിക്കാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് നാം വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ പേര് മേഴ്സി. ഞാൻ ഇടുക്കി ജില്ലയിൽ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. തോവരാർ ഇടവകയാണ് ഞാൻ. കട്ടപ്പനയിൽ നിന്നാണ് ഈ എളിയ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇവരല്ല, ഈ പരിസരത്തുള്ളവരല്ല, ദൂര സ്ഥലത്തുള്ളവരാണ് രാവിലെ നേരുന്നത്. കട്ടപ്പനയിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ച് ധ്യാനം കൂടുകയാണ്. കട്ടപ്പനയിൽ 2013 നടന്ന കൺവെൻഷനിൽ 10,000 പങ്കെടുക്കുന്ന കൺവെൻഷൻ ഞാൻ പങ്കെടുത്തു. എനിക്ക് 15 വയസ്സ് മുതൽ തുടങ്ങിയ തലവേദനയാണ്. ഏകദേശം 35 വർഷമോളമായി ഞാൻ ഈ തലവേദന അനുഭവിക്കുകയാണ്. എനിക്ക് തലവേദന എന്ന് പറഞ്ഞാൽ സൈനസൈറ്റിസിൻ്റെ പ്രശ്നമായിരുന്നു. ഒരു ചൂടോ തണുപ്പോ മഞ്ഞോ മഴയോ ഒന്നും എനിക്ക് കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. ഇത് എത്ര വർഷമായുള്ള തലവേദനയാ? 35 വർഷം. 35 വർഷം. ഞാൻ ആ രോഗം മൂലം ഒരുപാട് കഷ്ടപ്പെട്ടു. എല്ലാ ചികിത്സകളും ഞാൻ ചെയ്തു. എനിക്ക് ഒരു ഫലവും ഉണ്ടായില്ല. അവസാനം ഈ കൺവെൻഷൻ നടന്നപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കുകയും എനിക്ക് നല്ലൊരു ബോധ്യം കിട്ടി. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ എന്ന് എനിക്ക് പൂർണ്ണമായ ഒരു ബോധ്യം ദൈവം തരികയും ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും 3-ാമത്തെ ദിവസം അച്ഛൻ ആരാധനയുടെ സമയത്ത് തലവേദനയുള്ളവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തലവേദനയുള്ളവർ രോഗമുണ്ടെങ്കിൽ തലയിലേക്ക് കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഒരു നിർദ്ദേശം കർത്താവ് കൊടുക്കാൻ പറഞ്ഞു. ആ നിർദ്ദേശം ഞാൻ കൊടുത്തു. ഞാൻ എൻ്റെ 2 കൈയും തലയിൽ വെച്ച്, എൻ്റെ ഈശോയെ, ഈ തലവേദന നീ എടുത്തു മാറ്റണം. എനിക്ക് 35 വർഷമായിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ കരഞ്ഞു. എനിക്കല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും അസ്വസ്ഥത ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഈശോ സമയം തന്നെ, തൽക്ഷണം, ആ സമയത്ത് തന്നെ തൽക്ഷണം എൻ്റെ തലയ്ക്ക് നല്ലൊരു ഉണർവുണ്ടായി. ഒരു വെളിവ്, ഒരു ഉണർവ് കൊടുത്ത്. എപ്പോഴും എൻ്റെ തലയ്ക്ക് ഭയങ്കര കനവായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഭാരപ്പെട്ട് കനം കൊണ്ട് തൂങ്ങിയിരിക്കുന്ന തലപോലെയായിരുന്നു. ആ സമയത്ത് ഭാരമെല്ലാം പോയി ഒരു വെളിവ്, ഒരു ഉണർവ് തലയ്ക്ക് കർത്താവ് അങ്ങോട്ട് കൊടുത്ത്. അപ്പം ഞാൻ അത് തന്നെ നേർന്നു, ഈശോയെ, ഇങ്ങനെ 10,000 പങ്കെടുക്കുന്ന ഒരു കൺവെൻഷൻ ഞാനിത് സാക്ഷ്യപ്പെടുത്തും. അപ്പം എൻ്റെ ഈ തലവേദന എൻ്റെ പരിസരത്തുള്ളവർക്ക്, എൻ്റെ വീട്ടുകാർക്ക് എല്ലാം ഭയങ്കര വിഷമമായിരുന്നു. 35 വർഷമായി അനുഭവിക്കുകയാണ്. 1-2 പേരല്ല, ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു രോഗമായിരുന്നു ഇത്. തലവേദന കൂടുമ്പോൾ മുഖത്തിങ്ങനെ നീര് വെക്കും, ഒരു സൈഡ് ശരിക്കും വീങ്ങിയിരിക്കും, നെറ്റിയുടെ ഇവിടെ നല്ല നീരായിരിക്കും, മൂക്കിൽ കൂടെ പഴുപ്പ്, ചോര, ഇതൊക്കെ വരും. ഇതെല്ലാം സഹിച്ച് ഞാൻ ജീവിച്ചു. പക്ഷെ എനിക്ക് 35 വർഷം ഞാനിത് സഹിച്ചപ്പോഴാണ് ദൈവം എനിക്ക് ഇതിനൊരു ഉണർവ് തന്നത്. അന്ന് തൊട്ട് ഞാൻ തമ്പുരാനെ, ഈ തലവേദനയ്ക്ക് വേണ്ടി തന്നെ ഒരുപാട് പൈസ ഞാൻ ചികിത്സിച്ച് തീർത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, തമ്പുരാനെ, എൻ്റെ ഈ തലവേദന അങ്ങ് മാറ്റി തന്നല്ലോ. എൻ്റെ ഈ ചികിത്സിക്കുന്ന എനിക്ക് ചെറിയ ദശാംശമാണ് ഞാൻ കൂട്ടിവെച്ച് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത ഓരോ വ്യക്തികൾക്ക് ഞാൻ കൊടുക്കും. അങ്ങനെ ഇപ്പം എൻ്റെ തലവേദന മാറിയിട്ട് ജനുവരി ആകുമ്പോൾ 2 വർഷമാവും. അപ്പോൾ ഒരു പ്രാവശ്യം വട്ടയിലച്ചൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ കേട്ടായിരുന്നു, സാക്ഷ്യങ്ങൾ എപ്പോഴും നിങ്ങൾ താമസിച്ച് പറയുന്ന നല്ലത്. നിങ്ങൾക്ക് ഉള്ളിലൊരു ബോധ്യം, എൻ്റെ തലവേദന മാറി, എനിക്ക് സുഖപ്പെട്ടു, എനിക്ക് പൂർണ്ണ ബോധ്യം കിട്ടി ഇപ്പോൾ എൻ്റെ തലവേദന മാറിയെന്ന്. അത് ഞാൻ ഈ 10,000 എൻ്റെ യേശുവിന് 1000 നന്ദി പറഞ്ഞ ഈശോ അത്ഭുതകരമായി സഹായിച്ചു. ഇപ്പോൾ ആ 2 വർഷമായിട്ട് പിന്നെ ആ തലവേദന അലട്ടിയിട്ടില്ല. 35 വർഷം
നരകിപ്പിച്ച തലവേദനയാണ്. ഈശോ സ്റ്റേജിൽ നിന്നൊരു മെസ്സേജ് തന്നു, നിങ്ങൾക്ക് രോഗമുള്ള ഭാഗത്ത് തലവേദനയ്ക്കുണ്ടെങ്കിൽ തലേ നിങ്ങളുടെ തന്നെ കൈ വെച്ചങ്ങ് പ്രാർത്ഥിച്ചോ, ഇപ്പോൾ ഈശോ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞ് അത് ഈ മകളങ്ങോട്ട് വിശ്വസിച്ച് അപ്പം തന്നെ ഈശോ ഹീലിംഗ് കൊടുത്തങ്ങോട്ട് അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നല്ല ഉണർവോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ കർത്താവ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. കുട്ടികൾ, മുതിർന്നവർ, കുടുംബാംഗങ്ങൾ എല്ലാവരും, ആരെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മുഴുകിന് എല്ലാവരും പണിയൊക്കെ നിർത്തി വേഗം ഈ ആരാധന കൂട്ടായ്മയിലേക്ക് ഒന്നിച്ചു ചേരുക. ഇപ്പം നമ്മുടെ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ആരാധിക്കാൻ പോവുകയാണ്. അറിയാവുന്നതുപോലെ ഈ ശുശ്രൂഷ പങ്കുചേരണം. അതിനുശേഷം ഗാനം ആരംഭിക്കുമ്പോൾ നന്നായിട്ട് കൈയടിച്ച് ദൈവത്തെ ആരാധിക്കണം. കൈ ഉയർത്തി സ്തുതിക്കാൻ പറയുമ്പോൾ നന്നായിട്ട് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തി ഇപ്പോൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി 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 ഗ്ലോറി. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. ആരാധന അങ്ങയ്ക്ക് ആരാധന, 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 ആരാധന അങ്ങയ്ക്ക് ആരാധന. കർത്താവേ, ഈ ദൈവാരാധന നിമിഷങ്ങളിൽ ദൈവമക്കളെ ശല്യം ചെയ്യുന്ന ദുഷ്ടപിശാചുക്കൾ വിട്ടുപോകട്ടെ, അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ, സൃഷ്ടികളെല്ലാം കർത്താവിനെ ആരാധിക്കുന്ന അത്ഭുത അഭിഷേകം നിറയട്ടെ, ദൈവസ്തുതിപ്പിന്റെ അഭിഷേകം നിറയട്ടെ, ഉണർവിന്റെ അഭിഷേകം നിറയട്ടെ, പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ. ഒരുമിച്ച് ആരാധിക്കുന്നു. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, കൈകളടിച്ച്. ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ, ശക്തിയോടെ. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ ജീവദായകൻ, അവനല്ലോ തിരുവോസ്തിരൂപൻ. ആരാധന അങ്ങയ്ക്ക് ആരാധന, 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 ആരാധിക്കുന്നു. ആരാധന അങ്ങയ്ക്ക് ആരാധന, ആരാധന അങ്ങയ്ക്ക് ആരാധന, അരൂപികൾ പരിശുദ്ധ ശക്തി നിറയട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അങ്ങയ്ക്ക് ആരാധന, പ്രാർത്ഥനയുടെ ചൈതന്യം ആവർത്തിക്കട്ടെ. അങ്ങയ്ക്ക് ആരാധന, ഉണർവിന്റെ അഭിഷേകം ആരാധന നിറയട്ടെ. അങ്ങയ്ക്ക് ആരാധന, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അങ്ങയ്ക്ക് ആരാധന. ബന്ധനങ്ങൾ അഴിയട്ടെ, യേശുവേ, കോട്ടകൾ തകരട്ടെ. യേശുവേ, സ്നേഹപിതാവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ അത്ഭുതമായ കരങ്ങൾ ഈ മക്കളുടെ മേൽ വെക്കണമേ. സമാധാനം നഷ്ടപ്പെട്ടവർ, പ്രാർത്ഥിക്കാൻ വളരെ ക്ലേശം അനുഭവിക്കുന്നവർ, വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തവർ, പലതരത്തിലുള്ള ലോക പ്രശ്നങ്ങളിൽ കുടുങ്ങി മനസ്സ് വേദനിച്ചിരിക്കുന്നവർ,
കുടുംബ പ്രശ്നങ്ങൾ നിമിത്തം സമാധാനം നഷ്ടപ്പെട്ടവർ, ഓരോ മകൻ്റെയും മകളുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ കൈകൾ കൊണ്ട് തൊട്ട് ആശ്വാസം നൽകണമേ. വളരെ വേദനിക്കുന്ന രോഗികളെ തൊട്ട് സുഖപ്പെടുത്തണമേ. ഇപ്പോൾ അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. വിദ്യാർത്ഥികളെ സ്പർശിക്കണമേ. യുവതിവാക്കന്മാരുടെ പ്രാർത്ഥനകൾ, അപേക്ഷകൾ സ്വീകരിക്കണമേ കർത്താവേ. കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. എഴുന്നേക്കാൻ പോലും പറ്റാതെ ഇരിപ്പിലിരിക്കുന്ന രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ കർത്താവേ. രോഗങ്ങളുടെ ആധിപത്യങ്ങൾ തകരട്ടെ കർത്താവേ. അങ്ങിപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന സിസ്റ്റേഴ്സിനെ ഇപ്പോൾ അനുഗ്രഹിക്കണ കർത്താവേ. അനേകം വൈദിക വിദ്യാർത്ഥികളും വൈദികരും സമർപ്പിതരും ശുശ്രൂഷകരും മിഷണറിമാരും ഇപ്പോൾ അഭിഷേകം പ്രാപിക്കട്ടെ. ആരാധന, ആരാധന. ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടും പാപം കട്ടപിടിക്കുകയാണ്. ബൈബിളിൽ യേശു ഒരു ഉത്ബോധനം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവരെ അഭിസംബോധന ചെയ്യുന്ന ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയെ ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടത്? അതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റിലും പാപത്തിൻ്റെ വ്യവസ്ഥിതികൾ പല വിധത്തിൽ നമ്മുടെ മേൽ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. സെയിം സെക്സ് മാരേജിന് വേണ്ടി വോട്ടെടുപ്പ് നടന്ന അയർലൻഡ് രാജ്യത്ത് അതിനുശേഷം വളരെ ആഹ്ലാദത്തോടെ പാപത്തിന് വേണ്ടി വോട്ട് ചെയ്ത് അങ്ങനെ പാപത്തിൻ്റെ വ്യവസ്ഥിതി കൊണ്ടുവരാൻ വേണ്ടി ആ വിജയിച്ചതിൻ്റെ ആഹ്ലാദം അവർ പങ്കിടുന്ന ഒരു ചിത്രം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരരെ, പാപം ചെയ്യുന്നെന്ന് മാത്രമല്ല, പാപം ചെയ്യുന്നതിനെ അനുകൂലിക്കുന്നെന്ന് മാത്രമല്ല, അതിൽ ആഹ്ലാദിക്കുന്ന ഒരു ജനത. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കർത്താവ് നൽകിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റിലും അനേക വിധത്തിൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലെ പല അന്തരീക്ഷങ്ങൾ, യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ പല സാഹചര്യങ്ങൾ, ജോലിക്ക് ചെല്ലുമ്പോൾ ഓഫീസിലെ പല സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ നമുക്ക് ചുറ്റിലുമുള്ള പല സാഹചര്യങ്ങളിലും വിശുദ്ധി ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ വഴികളെ അനുധാവനം ചെയ്യാൻ അതിശക്തമായ ഒരു പ്രലോഭനം നമ്മളെ അലട്ടും, അല്ലെങ്കിൽ അതിശക്തമായൊരു പ്രലോഭനം നമ്മളെ ആക്രമിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് നൽകിയ ഒരു ഉത്ബോധനമാണ് വിശുദ്ധരുടെ ജീവിതത്തിന് അവിടുന്ന് അത്ഭുതമായ വിധം വില കൽപ്പിക്കുന്നുണ്ട്. റോമാലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിങ്ങനെയാണ്: ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചുറ്റും വളരെയധികം ആളുകൾ ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തിൽ പാപം ചെയ്യുമ്പോഴും കർത്താവ് പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. റോമാലേഖനം 11:4 പഠിപ്പിക്കുകയാണ്: ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും വളരെ ശക്തരായ നല്ല വിശുദ്ധന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻകാലങ്ങളിലെ പോലെ തന്നെ വളരെ വിശുദ്ധിയും പ്രാർത്ഥനയും നിറഞ്ഞ നല്ല നല്ല ജീവിതങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റിലും തന്നെ ദൈവം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ ജീവിതങ്ങൾക്ക് ദൈവം വളരെ വലിയ വില കൽപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് എന്താണ് ശക്തി എന്നതിനെ കുറിച്ചാണ്.
വിശുദ്ധ ലിഖിതം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യത്തിന്റെ അവസാന ഭാഗം യോഹന്നാൻ 9:31b ഇങ്ങനെയാണ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. തന്നെ ആരാധിക്കുകയും പാപങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ദൈവത്തെ ആരാധിക്കുകയും പാപം ഉപേക്ഷിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഇതൊരു വലിയ പ്രബോധനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ ദൈവം അത് ശ്രദ്ധിക്കുകയാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾക്ക് വളരെ വലിയ വിലയുണ്ട്. ആമോസ് പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നാം അത് കാണുന്നുണ്ട്. ആമോസിന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഒരു വിശുദ്ധനായ മനുഷ്യന്റെ പ്രാർത്ഥന എങ്ങനെ ലോകത്തിന് ഉപകാരമായി മാറുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആമോസിന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവ് എനിക്ക് ഒരു ദർശനം നൽകി. രാജവിഹിതമായ പുല്ല് അരിഞ്ഞതിന് ശേഷം അത് വീണ്ടും മുളച്ചു തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇതാ വെട്ടുകിളി പറ്റത്തെ സൃഷ്ടിക്കുന്നു. അവ നാട്ടിലുള്ള പുല്ലെല്ലാം തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, മാപ്പ് നൽകുക. ഞാൻ യാചിക്കുന്നു. യാക്കോബിന് എങ്ങനെ നിലനിൽക്കാനാവും? അവൻ തീരെ ചെറിയവനല്ലേ. കർത്താവ് അതിനെക്കുറിച്ച് അനുതപിച്ചു. ഒരിക്കലും അത് സംഭവിക്കുകയില്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ആമോസ് പ്രവാചകന് ദൈവം ഒരു വലിയ ആത്മീയ പരിശീലനം നൽകുകയാണ്. ഒരു ആത്മീയ പാഠം ദൈവം ആമോസ് പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. ആമോസ് പ്രവാചകൻ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ദൈവം ഒരു ദർശനം ആമോസ് പ്രവാചകന് നൽകി. ഇതാ പുല്ല് സമൃദ്ധമായി വളർന്ന് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതാ വെട്ടുകിളിപ്പറ്റം കൂട്ടത്തോടെ വന്ന് ആ പുല്ലെല്ലാം, നാട്ടിലുള്ള പച്ചപ്പ് മുഴുവനും അത് തിന്നു തീർത്തു. നാട് മുഴുവൻ മരുഭൂമി പോലെയാണ്. ഈ സമയം ഇത് ആമോസ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ അരൂപി ഉള്ളിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു തകർച്ച കണ്ടാൽ, എവിടെയെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു വീഴ്ചയോ ഒരു പരാജയമോ ഒരു വ്യക്തിയുടെ ഒരു നാശമോ കണ്ടാൽ അപ്പം തന്നെ കരഞ്ഞ് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ ആമോസ് ദൈവസന്നിധിയിലേക്ക് ഹൃദയമുയർത്തി ദൈവത്തോട് പറഞ്ഞു, ഓ ദൈവമേ, യാക്കോബ് ചെറിയവനല്ലേ, അവിടുന്ന് കരുണ കാണിച്ചില്ലെങ്കിൽ അവൻ എങ്ങനെ പിടിച്ചു നിൽക്കും? അവൻ്റെ പാപങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ അവൻ അർഹിക്കുന്നതാണ്. പക്ഷെ അങ്ങൊരു കാര്യം ഓർക്കണം, യാക്കോബ് ചെറിയവനല്ലേ, കരുണ തോന്നണമേ എന്ന് ഈ വിശുദ്ധനായ മനുഷ്യൻ, ഈ പ്രവാചകൻ തകർച്ച കണ്ടപ്പോൾ അറിയാതെ തന്നെ വേഗം ദൈവമായ കർത്താവിനോട് സംസാരിക്കുകയാണ്. ഉടനെ തന്നെ വിശുദ്ധ ലിഖിതത്തിൽ പറയുകയാണ്, അപ്പോൾ തന്നെ ആ നാട്ടിൽ നിന്ന് ആ ശിക്ഷ പിൻവലിക്കപ്പെട്ടു. ഒരു തകർച്ചയോ ഒരു ശിക്ഷയോ വെറുതെ വരുമെന്ന് വിചാരിക്കരുത്. ആ നാട്ടിൽ അനർത്ഥം, പാപം അരങ്ങേറി കഴിയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം നാട്ടിലുണ്ടാവും. ഇവിടെ ഒരു 10,000 പേര് പ്രാർത്ഥിക്കുന്നത് കാണുന്നില്ല. ആ ഒരു മനുഷ്യൻ, ആ ഒരു വിശുദ്ധനായ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ, കർത്താവേ, ദേശത്തോട് കരുണ തോന്നണമേ, യാക്കോബ് ചെറിയവനല്ലേ, ഇത്രയും പറഞ്ഞോളൂ. ആ ശിക്ഷ ദൈവം അങ്ങോട്ട് പിൻവലിച്ച്. അത്രയ്ക്കും വിലയുണ്ട് വിശുദ്ധനായ ഒരു മനുഷ്യൻ്റെ വാക്കുകൾക്ക്, വിശുദ്ധനായ ഒരു മനുഷ്യൻ്റെ സംസാരം, ഒരു പ്രാർത്ഥന. അവനൊന്ന് മുട്ടുമടക്കുന്നത്, അവനൊന്ന് കൈ ഉയർത്തുന്നത്, അവനൊന്ന് ദൈവത്തെ വിളിക്കുന്നത് ആ നാടിന് വലിയ രക്ഷയായി രൂപാന്തരപ്പെടും. വീണ്ടും ദൈവം ആമോസിനെ ഈ പാഠം ഒന്നും കൂടെ ബലപ്പെടുത്താൻ വേണ്ടി വീണ്ടും മറ്റൊരു ദർശനം നൽകുകയാണ്. അതാണ് 7-ാം അധ്യായം 4 മുതൽ 7 വരെ വാക്യങ്ങൾ. ദൈവമായ കർത്താവ് എനിക്ക് ഇതാ ഒരു ദർശനം നൽകി. ഇതാ അവിടുന്ന് അഗ്നി അയച്ച് ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു. അഗ്നി അഗാധങ്ങളെ വിഴുങ്ങിയിട്ട് ഭൂമിയെ ദഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, മതിയാക്കുക, ഞാൻ യാചിക്കുന്നു. യാക്കോബ് ചെറിയവനല്ലേ, അവൻ എങ്ങനെ നിലനിൽക്കും? അവൻ തീരെ ചെറിയവനല്ലേ. കർത്താവ് അതിനെക്കുറിച്ച് അനുതപിച്ചു. ഒരിക്കലും അത് സംഭവിക്കുകയില്ല എന്ന് കർത്താവ്
അരുളി ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാട്ടിലേക്ക് അഗ്നിയും ഗന്ധകവും ഇറക്കാൻ തക്കവിധം ആ നാട് നശിച്ച സമയത്ത് ആ നാടിനെ അഗ്നി വിഴുങ്ങി തുടങ്ങി. അഗാധങ്ങളെല്ലാം അഗ്നി വിഴുങ്ങിയിട്ട് ഇതാ പ്രധാന സ്ഥലങ്ങളെല്ലാം നശിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധനായൊരു മനുഷ്യൻ അത് കാണുകയാണ്. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം ജ്വലിക്കുകയാണ്. സ്നേഹം കൊണ്ട്, കരുണ കൊണ്ട് അദ്ദേഹം ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ, കർത്താവ്, ഇതെല്ലാം ഞങ്ങൾ അർഹിക്കുന്നതാണ്, പക്ഷേ തീരെ ചെറിയ ഞങ്ങൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? കരുണ തോന്നണമേ. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി അവിടെ ആ നാടിന് വേണ്ടി അനുകൂലമായി വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധരുടെ പ്രാർത്ഥനകൾക്ക് വിലയുണ്ട് എന്ന് ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യമാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകളെ മാലാഖമാരും വളരെ പവിത്രമായി ശ്രേഷ്ഠമായി കരുതുന്നു എന്ന് തോബിത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 15-ാം തിരുലിഖിതം, മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ കൊച്ചു തോബിയാസിനെ സുരക്ഷിതമായി അവിടെ എത്തിച്ച് ആ കാര്യങ്ങളെല്ലാം മംഗളകരമായി നടന്നു. അതിനുശേഷം അവർ സ്വഭാവനത്തിലേക്ക് തിരിച്ചെത്തി. എല്ലാ ദൗത്യവും പൂർത്തിയായതിനു ശേഷം വിശുദ്ധ റഫായേൽ മാലാഖ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുന്നതിന് മുമ്പ് താൻ സ്വർഗസന്നിധിയിലെ വിശുദ്ധ മുഖ്യ ദൂതനായ റാഫേൽ മാലാഖയാണ് എന്ന് അവർക്ക് വെളിപ്പെടുത്തി. എന്നിട്ട് വളരെ അഭിമാനത്തോടെ മുഖ്യദൂതനായ വിശുദ്ധ റാഫേൽ മാലാഖ തന്നെ പരിചയപ്പെടുന്നത് എന്താണെന്നോ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ മഹത്വത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന 7 ദൂതന്മാരിൽ ഒരുവനാണ് ഞാൻ. ഇത് നമ്മൾ വായിക്കുന്നത് തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം അതിൽ 15-ാം തിരുലിഖിതം. ഞാൻ റഫായേലാണ്, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ. ആ റാഫേൽ മാലാഖ അഭിമാനം കൊള്ളുകയാണ്. എനിക്ക് ദൈവം ഒരു വലിയ ഭാഗ്യം തന്നിട്ടുണ്ട്. എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു മഹാഭാഗ്യമുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവ സന്നിധിയിലേക്ക് സമർപ്പിക്കാൻ ആ ഒരു മഹാഭാഗ്യം. മാലാഖമാർ പോലും അതിനത്രയും ശ്രേഷ്ഠമായി കരുതുക. വിശുദ്ധരുടെ ഒരു വാക്ക്, വിശുദ്ധരുടെ ഒരു പ്രാർത്ഥന, വിശുദ്ധരുടെ ഒരു സങ്കടം, ഒരു അപേക്ഷ, അതിന് സ്വർഗം വലിയ വില കൽപ്പിക്കുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ അത് വളരെ ശ്രേഷ്ഠമായി, മാലാഖമാർ പോലും അതിനെ മഹാശ്രേഷ്ഠമായി കരുതുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ മറ്റൊരു രംഗം മലാക്കി പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 3-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം തിരുലിഖിതങ്ങളിൽ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന 2 ദൈവമക്കൾ അവരുടെ മനസ്സിലെ നിഷ്കളങ്കമായ ഒരു ചിന്ത പങ്കുവെക്കുകയാണ്. 15-16 വാക്യങ്ങളിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് ഉടനെ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കർത്താവ് തന്നെ മുൻകൈ എടുക്കുകയാണ്. അതാണ് തുടർന്ന് വരുന്ന വാക്യത്തിൽ: കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ മാർഗത്തിൽ നിഷ്കളങ്കമായി നടന്നപ്പോൾ ചുറ്റുവട്ടത്ത് പാപം നിറഞ്ഞ് പാപം തിമിർത്താടുന്ന സമയത്ത് ഈ ദൈവമക്കളുടെ മനസ്സിലൊരു സങ്കടം ഉണ്ടായി. ആ സങ്കടം അവര് 2 പേര് തമ്മിൽ ഷെയറിങ് നടത്തുകയാണ്. ഈ അഹങ്കാരികൾ, നമുക്ക് ചുറ്റുമുള്ള ഈ അക്രമികൾ അക്രമം ചെയ്യുന്നെന്ന് മാത്രമല്ല, അവർ പിടിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അവർ അഭിവൃദ്ധിപ്പെടുന്നെന്ന് മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ
അവരെല്ലാം ഉയർന്നുയർന്ന് അവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവർ സമൂഹത്തിൽ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. ഒരു പ്രാർത്ഥനയല്ല, തമ്മിൽ ഒരു ഷെയറിംഗ് ആണ്. അതുപോലും അവരുടെ ഒരു ചലനം പോലും ശ്രദ്ധിക്കുകയും കൂടെ നിൽക്കുകയും അവരുടെ സങ്കടത്തിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്ന ജീവിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് വിശുദ്ധരെന്നും പറയുന്നത്. റോമാലേഖനം 11:4 പറയുകയാണ്, ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി യെശയ്യാ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. യേശയ്യ ഒരു ദിവസം വിലപിക്കുകയാണ്, കർത്താവേ എല്ലാവരും അങ്ങയുടെ വഴി ഉപേക്ഷിച്ചു, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് സങ്കടപ്പെടുകയാണ്. ഉടനെ ആ സങ്കടം കർത്താവ് കണ്ടു. കർത്താവ് യേശയ്യയുടെ അടുത്ത് വന്നു. യേശയ്യയെ ധൈര്യപ്പെടുത്തി പറയുകയാണ്, ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് യേശയ്യ. യേശയ്യയോട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, മനസ്സിന് ധൈര്യം കൊടുക്കുകയാണ്, ആശ്വാസം കൊടുക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ, വിശുദ്ധരുടെ സംസാരം ഓരോന്നും ദൈവം വിലയുള്ളതായി എണ്ണുന്നുണ്ട്. മക്കളെ, ചുറ്റും പാപം കട്ടപിടിക്കുമ്പോൾ, ചുറ്റും പലരും ദൈവത്തെ ഉപേക്ഷിച്ച് പാപത്തിന്റെ മാർഗത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതായി കാണുമ്പോൾ മനസ്സ് പതറരുത്. വിശുദ്ധിക്ക് വിലയുണ്ട്, വിശുദ്ധർക്ക് വിലയുണ്ട്, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവർക്ക് വിലയുണ്ട്. ദൈവം തനിക്കുള്ളവരെ അറിയുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ സമയം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് വിശുദ്ധിത അകറ്റിക്കളയുന്ന ദുഷ്ടാത്മാവിൻ്റെ കുതന്ത്രങ്ങൾ വിട്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ കുടുംബത്തിനും ദേശത്തിനും ലോകത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നൽകുന്ന ഈ സമയത്ത് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ജോലി മേഖലകൾ, നമ്മുടേതായ പ്രവർത്തന മണ്ഡലങ്ങൾ, ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഇടവകകൾ, കോൺവെൻറ്റുകൾ, നമുക്ക് തന്നിരിക്കുന്ന സംഘടനകൾ, എവിടെയെല്ലാം വിശുദ്ധ ജീവിതം ഉപേക്ഷിച്ച് ലോകപ്രകാരം ജീവിക്കാൻ ദൈവമക്കൾ നിർബന്ധിക്കപ്പെടുന്നുവോ അവർക്കെല്ലാം ശക്തി കിട്ടാനും അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ദുഷ്ടാത്മാവിൻ്റെ കുതന്ത്രങ്ങൾ തകരാനും വേണ്ടി ഇപ്പോൾ കർത്താവിൻ്റെ അത്ഭുത സാന്നിധ്യത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം രോഗികൾ സൗഖ്യം പ്രാപിക്കുകയും കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയും കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്ന അത്ഭുതത്തിന്റെ നിമിഷങ്ങളാണ്. ഇരുകരങ്ങൾ ഉയർത്തുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കുന്നു, യേശുവേ യേശുവേ യേശുവേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ആകാശം പിളർന്ന് വന്നിടണേ, കരങ്ങൾ ഉയർത്തി. കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ, കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ, നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ.